ആരാധനയുള്ള വിശേഷപ്പെട്ട ആ തേജസ്സുള്ള സ്ഥലത്തേക്കാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ അല്പനേരം ചിന്തിക്കുന്നത്. പുതിയ നിയമ സഭയുടെ ആശയും പ്രത്യാശയുടെ ധൈര്യവുമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. നമുക്ക് യോഹന്നാൻ സ്നേഹിച്ച ഇടങ്ങളൊക്കെ അറിയാം. ചില ഇടങ്ങളിൽ യോഹന്നാൻ തൻ്റെ സ്നേഹം ധാരാളമായിട്ട് പ്രദർശിപ്പിച്ചു മറ്റു ശിഷ്യന്മാരെക്കാളും. വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ മാർബോടിരിക്കുന്നതിൽ, യേശുവിനെ വിസ്തരിക്കുമ്പോൾ നടുമുറ്റത്ത് യേശുവിൻ്റെ സമീപത്ത് നിൽക്കുന്നതിൽ, അപ്പോൾ തന്നെ യേശുവിൻ്റെ വേദനയുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതിൽ, കല്ലറയിൽ യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ പത്രോസിനേക്കാൾ മുമ്പോട്ട് ഓടുന്നതിൽ, യേശു ഉയർത്തതിന് ശേഷം പിന്നെയും യേശുവിൻ്റെ മാർബോട് ചേർന്നിരിക്കുന്നതിൽ യോഹന്നാൻ കാണിച്ച സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴവും അളവും യേശുവിനോടുകൂടെ വെളിപ്പെടുത്തിയത് കൊണ്ട് മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും വെളിപ്പെടുത്താത്ത സ്വർഗീയ മേലാൽ സംഭവിക്കുവാൻ പോകുന്ന ഉത്തമ ദർശനങ്ങളെ യോഹന്നാന് വെളിപ്പെടുത്തുവാനിടയായിത്തീർന്നു. അപ്പോൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ നിയോഗങ്ങളെ ആഴമായി സ്നേഹിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഉന്നതമായ വെളിപ്പാടുകൾ കർത്താവ് കാണിച്ചു കൊടുക്കുമെന്നുള്ളൊരു ദൃഷ്ടാന്തം നമുക്ക് ഈ എഴുത്തുകാരിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇത് പഠിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുഖവരുകളൊക്കെ ദൈവദാസ്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മുഖവരുകളൊന്നും കൂടാതെ 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 1, 2, 3 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കർത്ത ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി തീരുകയാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വകരമായ ദർശനങ്ങൾ നാം കാണുകയാണ്. 2, 3 അധ്യായങ്ങളിൽ 7 സഭകളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വിശേഷപ്പെട്ട ദൂതുകൾ യോഹന്നാൻ ഗ്രഹിക്കുകയാണ്. കർത്ത ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി തീരുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ ജഡശരീരത്തിൽ അല്ല ഈ വെളിപ്പാടുകൾ താൻ കാണുന്നത്, മറിച്ച് താൻ ആത്മാവിൽ നിറയുമ്പോഴാണ് ഈ വെളിപ്പാടുകളെല്ലാം കാണുന്നത്. ഏത് വെളിപ്പാടിൻ്റെ മുമ്പിൽ യോഹന്നാൻ പറയുന്നു, ഞാൻ ആത്മാവിൻ്റെ വിവശതയിലായി എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാടുകളൊക്കെയും താൻ ആത്മമണ്ഡലത്തിൽ, ആത്മാവിൻ്റെ ആ നിറവിൽ നിന്ന് മാത്രമാണ് യോഹന്നാൻ അത് കാണുക. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മനിറവിൽ നാം ആയിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജഡം, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, എല്ലാ മേഖലകളും, നമ്മുടെ അംഗം പ്രത്യംഗമായിട്ട് ആളത്വം മുഴുവൻ ആത്മനിറവിലായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആത്മനിറവിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ ദൈവിക വെളിപ്പാടുകൾ കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. തൻ ജഡത്തിൽ യേശുവിനെ കണ്ട വ്യക്തിയാണ്. തൻ ജഡത്തിൽ യേശുവിനെ കണ്ടു. അതെങ്ങനെ കണ്ടു? തൻ്റെ ജഡത്തിൻ്റെ കണ്ണുകൊണ്ട് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ, വേദനകളെ, യേശുവിൻ്റെ ആ വലിയ കൊടിയ പീഡകളെ വേദനയോടെ, കണ്ണുനീരോടെ കണ്ട് വിഷമിച്ച ഒരു യോഹന്നാൻ ഇപ്പോൾ ആത്മാവിൻ്റെ വിവശതയിൽ, ആത്മാവിൻ്റെ തേജസ്സിൽ, വെളിപ്പാടിൽ ഇപ്പോൾ എന്ത് കാണുന്നു? തേജസ്സിനെ കാണുന്നു. ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള മഹത്വം യോഹന്നാൻ കാണുന്നു. അപ്പോൾ ആത്മവെളിപ്പാടിനാണ് മഹത്വം കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മഹത്വം കാണുകയാണ്. യേശു കർത്താവിൻ്റെ മഹത്വം യോഹന്നാൻ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉന്നതമായൊരു വെളിപ്പാടിലേക്ക് യോഹന്നാൻ ആത്മാവിലേക്ക് കയറുകയാണ്. ആത്മാവിൽ കയറിയ യോഹന്നാൻ ഉന്നതമായൊരു വെളിപ്പാട് കാണുകയാണ്. അവിടെ ഉന്നതമായ വെളിപ്പാട് ഈ 4-ാം അധ്യായത്തിൽ മാത്രമാണ്. സ്വർഗത്തിൽ എന്താണ് ആരാധനയുടെ വിശേഷത? പല കാര്യങ്ങൾ നമുക്ക് 1 മുതൽ 22-ാം അധ്യായത്തിൽ വരെ പഠിക്കുവാൻ കഴിയുമ്പോൾ യേശുവിൻ്റെ ഭാവി കാലത്ത് യേശുവിൽ കൂടെ സംഭവിക്കാനുള്ള രാഷ്ട്രങ്ങളിൽ, ലോകങ്ങളിൽ, മനുഷ്യരിലൊക്കെ സംഭവിക്കുവാൻ പോകുന്ന പല അടയാളങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള അടയാളങ്ങളാണ്. ആ അടയാളങ്ങളെല്ലാം തവിസ്തരം ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ഈ വെളിപ്പാട് 4-ൽ മാത്രമാണ് സ്വർഗത്തിലെ ആരാധനകളുടെ വിശേഷതയെപ്പറ്റി നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്വർഗത്തിൽ എന്താണ്, എന്താണ് ആരാധന, സ്വർഗത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പ്രത്യാശയുള്ളൊരു ഭക്തനെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് 4-ാം അധ്യായം. അവിടെ യോഹന്നാൻ ആത്മാവിൽ വെള്ളസിംഹാസനം കാണുന്നു, 24 മൂപ്പന്മാരെ കാണുന്നു, സിംഹാസനത്തിന് ചുറ്റും 7 ആത്മാക്കളെ കാണുന്നു, അവരുടെ ദൗത്യങ്ങളെ കാണുന്നു, സിംഹാസനത്തിന് ചുറ്റും ഒഴുകുന്ന പളുങ്കു നദി കാണുന്നു, അവിടെ പളുങ്കു നദി പോലെയുള്ള കടൽ
കുഴൽ കാണുന്നു. അവിടെ പലതരത്തിലുള്ള രത്നങ്ങൾ പതിച്ച തിളക്കങ്ങൾ, വിസ്മയങ്ങൾ കാണുന്നു. അപ്പോൾ തന്നെ 24 മൂപ്പന്മാർ കിരീടങ്ങൾ ഊരി കർത്താവിനെ രാജാതി രാജാവിനെ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവിടുത്തെ മഹത്വത്തെ കണ്ട് അവർ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ കാള, കഴുത, മനുഷ്യൻ, കഴുകൻ, സിംഹം എന്നുള്ള മൃഗ സാദൃശ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം അവിടെ പഠിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ആരാധന, കുഞ്ഞാടേ നീ യോഗ്യൻ, അവിടുത്തെ മഹിമയും തേജസ്സും കണ്ട് സ്വർഗത്തിൽ വിശേഷപ്പെട്ട ആരാധനകൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 4-ാം അധ്യായം ഒന്നുകൂടെ വായിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുവാൻ സമയമില്ല. ഓരോ വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകങ്ങൾ വളരെ ഗഹനമായി വ്യാഖ്യാനിക്കേണ്ടതാണ്. പക്ഷെ സമയങ്ങളില്ല. 24 മൂപ്പന്മാരുണ്ട്, 4 മുഖജീവികളുണ്ട്, അവിടെ സിംഹാസനങ്ങളുണ്ട്, 7 ആത്മാക്കളുണ്ട്, പളുങ്കു നദി പോലെയുള്ള ദൈവിക രത്നവിസ്മയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വർഗത്തിൽ വിശേഷപ്പെട്ട ആരാധനയുണ്ട്. അതുകൊണ്ട് ആ ആരാധനയുള്ള വിശേഷപ്പെട്ട ആ തേജസ്സുള്ള സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ തൻ്റെ രക്തത്താൽ ആ അവകാശം തൻ്റെ പുത്രന്മാരാക്കി നമുക്ക് തന്നിരിക്കുന്നു. ആ അവകാശം സ്വീകരിപ്പാൻ, ആ ആരാധനയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭാഗം നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.